ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ബർത്ത്ഡേ വ്ളോഗാണ്. പിന്നെ വീഡിയോക്ക് ഇത്ര ലെങ്ത് വരാനുള്ള കാരണം എനിക്ക് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യം പറയാനുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ ഗീവ് അവേയുടെ അനൗൺസ്മെൻറ്റും അതുപോലെ തന്നെ എൻ്റെ ചെറിയൊരു യൂട്യൂബ് ജേർണിയും പിന്നെ എൻ്റെ കയ്യിലുള്ള എല്ലാ കളേഴ്സിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോയും പിന്നെ വിഷൻ ബോർഡും, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വിഷൻ ബോർഡ് സെറ്റാക്കാം. അപ്പോൾ എന്താണ് വിഷൻ ബോർഡ് എന്ന് ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ വിഷൻ ബോർഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത്. വിഷൻ ബോർഡ് എന്താണെന്ന് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമുക്ക് എല്ലാവർക്കും ചില ഗോൾസും ഡ്രീംസൊക്കെ ഓരോ കൊല്ലം അച്ചീവ് ചെയ്യണമെന്നുണ്ടാവും അല്ലേ. അപ്പോൾ അതിനെയൊക്കെ ഒരു പിക്ചറിൻ്റെ ഫോമിൽ ഒരു ബോർഡാക്കി വെക്കുക. അത്രേ ഉള്ളൂ വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മൾ സക്സസ് ആവുന്നത് നമുക്ക് ഇപ്പോഴേ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വിഷൻ ബോർഡ് ഞാൻ ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ കുറേ പേരുടെ എക്സ്പീരിയൻസസ് ഒക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംഭവം കുറേ പേർക്കൊക്കെ സക്സസ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങളെയും കൂടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്ക്. സക്സസ് ആവോ ഇല്ലയെന്ന് നമുക്ക് നെക്സ്റ്റ് ഇയറിൽ നോക്കാമല്ലോ. അതുപോലെ തന്നെ ഈ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വെറുതെ വെച്ചാൽ പോരാ, നമ്മൾ എല്ലാ ദിവസവും കാണുന്ന ഒരു സ്ഥലത്ത് വെക്കണം. എന്നാൽ മാത്രമേ നമ്മളെ ബ്രെയിന് ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് നമ്മളെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് എൻ്റെ ഡ്രീംസ് ആൻഡ് ഗോൾസിനെ ഒന്ന് ലിസ്റ്റ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്കും വിഷൻ ബോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ബുക്കും പേനയും എടുത്തിട്ട് നിങ്ങളുടെ ഡ്രീംസും ഗോൾസൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്തോ. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഡ്രീംസിനെയും ഗോൾസിനെയും ഒരു 6 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. കരിയർ ആൻഡ് ഫിനാൻസ്, പിന്നെ റിലേഷൻഷിപ്പ്, പിന്നെ ഹെൽത്ത് ആൻഡ് വെൽനെസ്, പിന്നെ പേഴ്സണൽ ഗ്രോത്ത്, അതുപോലെ തന്നെ ട്രാവൽ ആൻഡ് എക്സ്പ്ലോറേഷൻ, പിന്നെ ഹോബീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓരോ ഡ്രീംസിനെ നമുക്ക് ഓരോ കാറ്റഗറി ആയിട്ട് തിരിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ 6 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ട് ഓരോ കാറ്റഗറിയിലും വരുന്ന ഡ്രീംസിനെ എഴുതി വെക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് പിൻട്രസ്റ്റിലൊക്കെ ഒരുപാട് വിഷൻ ബോർഡ്സിൻ്റെ ഇമേജസ് ഒക്കെ കിട്ടും. അപ്പോൾ ആരും അതൊന്നും ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ വിഷൻ ബോർഡാണെന്ന് പറഞ്ഞ് വെക്കരുത്. കാരണം എല്ലാവരുടെ ഡ്രീംസും വ്യത്യസ്തമാണല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഡ്രീംസ് കറക്റ്റായിട്ട് അച്ചീവ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് നമ്മളുടേതായ രീതിയിൽ വിഷൻ ബോർഡ് ഉണ്ടാക്കുക. അതല്ല നമ്മൾ മറ്റുള്ളവരുടെ വിഷൻ ബോർഡ് കോപ്പി അടിച്ചിട്ടാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതെങ്കിൽ അതവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിനെക്കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാവാൻ പോണില്ല. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ ഗോൾസും ഡ്രീംസൊക്കെ അച്ചീവ് ചെയ്യാനായിട്ടാണല്ലേ. അപ്പോൾ അത് നമ്മൾ നമ്മളുടേതായ ഗോൾസ് എഴുതിയാൽ മാത്രമല്ലേ നമുക്കത് അച്ചീവ് ചെയ്യണം എന്നൊരു തോന്നൽ വരുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ സ്വന്തമായിട്ട് വിഷൻ ബോർഡ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ഗോൾസ് ആൻഡ് ഡ്രീംസൊക്കെ ലിസ്റ്റ് ചെയ്ത് വെച്ചില്ലേ. അപ്പോൾ എല്ലാവരുടെയും എഴുതി കഴിഞ്ഞില്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഈ ഒരു ഗോൾസ് ആൻഡ് ഡ്രീംസിനെ മാച്ച് ആവുന്ന ഇമേജസ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇമേജസ് എന്ന് പറയുമ്പോൾ നമുക്ക് പിൻട്രസ്റ്റിൽ നിന്ന് ഒരുപാട് ഇമേജസ് കിട്ടും. അതല്ല നമുക്ക് വല്ല മാഗസിനിൽ നിന്നോ അങ്ങനെ എന്തിൽ നിന്ന് വേണമെങ്കിലും ഇമേജസ് സെലക്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഇമേജസ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഗോൾസിന് കറക്റ്റായിട്ട് മാച്ച് ആവുന്ന ഇമേജസ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ലോങ് ഹെയർ വേണം എന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ എത്രയും ലെങ്ത് ആണോ ഹെയറിന് വേണ്ടത് അത്രയും ലെങ്ത് ഉള്ള ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. പിന്നെ ഇമേജ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിതിൻ്റെ കളർ കോഡോ എസ്തെറ്റിക്സോ അങ്ങനെ ഒന്നും ശ്രദ്ധിക്കാൻ നിൽക്കണ്ട. കാരണം ഇത് നമുക്ക് വേണ്ടി നമ്മൾ തന്നെ ചെയ്യുന്നൊരു വിഷൻ ബോർഡാണ്. അപ്പോൾ അതിൻ്റെ ബ്യൂട്ടിയിലല്ല കാര്യം, സംഭവം വർക്ക് ആവുന്നുണ്ടോ അതിലാണ് കാര്യം. അപ്പോൾ എന്തായാലും ഗോൾസിനെ മീറ്റ് ചെയ്യുന്ന കറക്റ്റ് ഇമേജ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിലിപ്പോൾ ഇത്തിരി ആസ്തെറ്റിക്സ് ക്യൂട്ട്നെസ് ഒക്കെ കുറഞ്ഞാലും ഒരു കുഴപ്പമില്ല. നമ്മളെ ഗോൾസിന് മാച്ച് ആവുന്ന കറക്റ്റ് ഇമേജ് ആയാൽ മാത്രം മതി. ഞാനപ്പോൾ ഇവിടെ ഇമേജ് സെലക്ട് ചെയ്യുന്നത് പിൻട്രസ്റ്റിൽ നിന്നാണ്. അവിടെ സെർച്ചിൽ പോയിട്ട് നമ്മുടെ ഗോൾ എന്താണോ അത് കറക്റ്റായിട്ടൊന്ന് എഴുതി കൊടുക്കുക. എന്നിട്ട് ഫോർ വിഷൻ ബോർഡ് എന്ന് അടിച്ചു കൊടുത്താൽ കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിച്ച ഇമേജ് കിട്ടും. അതിനെയൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നത് ക്യാൻവയിലാണ്. അപ്പോൾ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ക്യാൻവ എന്നൊന്ന് സെർച്ച് ചെയ്യണം. എന്നിട്ട് ആദ്യം കാണുന്ന ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യാൻവയുടെ ആപ്പ് ഉണ്ടെങ്കിൽ അതായാലും യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും മുകളിലായിട്ട് സെർച്ച് ബാറിൽ പോയിട്ട് വിഷൻ ബോർഡ് എന്ന് അടിച്ചു കൊടുത്താൽ ഇഷ്ടംപോലെ വിഷൻ ബോർഡിൻ്റെ ടെംപ്ലേറ്റ്സ് കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അതൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ വിഷൻ ബോർഡ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇഷ്ടംപോലെ ടെംപ്ലേറ്റ്സ് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ഫ്രീ ആയിട്ടും പെയ്ഡ് ആയിട്ടുള്ളതും ഉണ്ട്. അപ്പോൾ പെയ്ഡ് ആയിട്ടുള്ളതാണെങ്കിൽ അതിൻ്റെ താഴെ പ്രോ എന്ന് ചെറുതായിട്ടൊന്ന് എഴുതിയിട്ടുണ്ടാവും. ഞാനപ്പോൾ പെയ്ഡ് ഒന്നല്ല, ഫ്രീ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ആണ് എടുക്കുന്നത്. അത് ഇതുപോലെ ഇഷ്ടമുള്ളത് ഏതാണോ സെലക്ട് ചെയ്യുക.
അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് ഏറ്റവും മുകളിലുള്ള ഈ ഒരു ടെംപ്ലേറ്റ് ആണ്. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലുള്ള ഇമേജസിന് പകരം നമുക്ക് നമ്മുടെ ഇമേജസ് ഒക്കെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെയാണ് വരിക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ നമ്മുടെ ഗാലറിയിലുള്ള ഇമേജസ് ഒക്കെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അപ്ലോഡ് ഫയൽ കൊടുത്തിട്ട് ഡിവൈസിൽ പോയിട്ട് നമ്മുടെ മീഡിയാസിലുള്ള ഇമേജസ് ഇതുപോലെ ഒന്ന് സെലക്ട് ചെയ്യുക. അതായത് നമ്മൾ നേരത്തെ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഇമേജസ് ഇതിലേക്കൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മുകളിൽ സെലക്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, എല്ലാതും ഇതുപോലെ ക്യാൻവയിലേക്ക് അപ്ലോഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇത് അപ്ലോഡ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റിൽ ഒരു 10 ഇമേജസ് ഉള്ളൂ. നമ്മുടെ ഗോൾസ് ഒരു 20 ഇമേജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായ രീതിയിൽ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ, അതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് ജസ്റ്റ് നിങ്ങൾക്ക് ഡെമോ കാണിച്ചു തരുന്നതാണ്. ഇതല്ല ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഞാനിതുപോലെ ഒരു 3-4 കൊളാഷ് ഉണ്ടാക്കിയിട്ട് ഓരോന്നോരോന്നും പ്രിൻ്റ് എടുത്ത് കട്ട് ചെയ്തിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരുന്നതാണ് എങ്ങനെയാണ് ഇതിൽ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നും ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ നമുക്കിത് ഫിസിക്കലായിട്ട് ഉണ്ടാക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. ഇതുപോലെ ഡിജിറ്റലായിട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഫോണിൻ്റെ വാൾപേപ്പർ ആക്കിയിട്ടോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ വാൾപേപ്പർ ആക്കിയിട്ടൊക്കെ വെക്കാം. നമ്മൾ സ്ഥിരം കാണുന്ന ഒരു സ്ഥലത്ത് ഇത് ഉണ്ടായാൽ മാത്രം മതി. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മുകളിൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഡൗൺലോഡ് ആക്കി കിട്ടും. ഇനിയുള്ള പണി എന്ന് പറഞ്ഞാൽ അത് പ്രിൻ്റ് എടുക്കലാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് എൻ്റെ കയ്യിലുള്ള എല്ലാ കളേഴ്സിൻ്റെ ഒരു കളക്ഷൻ കാണാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിച്ചു തരുന്നത് ഈ ഒരു ഓയിൽ പേസ്റ്റൽസ് ആണ്. എൻ്റെ കയ്യിലുള്ള എല്ലാ ക്രാഫ്റ്റ് ഐറ്റംസും കാണിക്കുന്ന ഒരു വീഡിയോ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഞാൻ കാണിക്കുന്നത് എൻ്റെ കയ്യിലുള്ള എല്ലാ കളേഴ്സിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് ചെയ്യുന്നത് വേറെ ഒന്നുകൊണ്ടല്ല, കുറച്ച് ദിവസമായി നമ്മുടെ ഒരു സബ്സ്ക്രൈബർ, അതായത് നമ്മളെ എല്ലാ വീഡിയോസിനും സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്ന ഒരു സബ്സ്ക്രൈബറും കൂടിയാണ്. അപ്പോൾ കുറച്ച് ദിവസം അയാൾ കമൻ്റ് ഇടുന്നു എല്ലാ കളേഴ്സിൻ്റെ ഒരു വീഡിയോ കാണിക്കാനായിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോയിൽ അത് കാണിക്കുകയും ചെയ്യാം. പിന്നെ എൻ്റെ ചെറിയൊരു യൂട്യൂബ് ജേർണി കൂടി പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ കമൻ്റ് ഇട്ട ആൾ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ എൻ്റെ ചെറിയൊരു യൂട്യൂബ് ജേർണി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അങ്ങനെ ജേർണി എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ. 2024 ഒക്ടോബർ 10 യൂട്യൂബ് ചാനലിൽ ഞാൻ ആദ്യമായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞിട്ട് 3 മാസം ഒരു അക്കൗണ്ടിങ് കോഴ്സിന് പോയിട്ടുണ്ടായിരുന്നു. അതായത് ഈ ടാലി, പീച്ച് ട്രീ അങ്ങനത്തെ കോഴ്സൊക്കെ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിഗ്രി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് BA ഇംഗ്ലീഷാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാനിത് പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ +2 കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ നിന്ന് പ്ലേസ്മെൻറ്റ് കിട്ടി. അങ്ങനെ ഒരു കമ്പനിയിൽ ഞാൻ 1 വർഷം അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്താലോ എന്ന് എനിക്കൊരു തോന്നൽ വന്നത്. ആ ഒരു സമയത്ത് തന്നെ ഞാൻ പിൻട്രസ്റ്റിലും യൂട്യൂബിലൊക്കെ കുറേ ഇൻസ്പിറേഷൻസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ക്രാഫ്റ്റ് തന്നെ സെലക്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ പണ്ട് മുതൽ എനിക്ക് ഈ വരയ്ക്കാനും ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ക്രാഫ്റ്റ് ചാനൽ സെലക്ട് ചെയ്തത്. അങ്ങനെ തുടങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഞാൻ അതിന് വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. കുറേ ടൈമൊക്കെ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി കറക്റ്റായിട്ട് ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ടെക് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഒരു ജിമെയിൽ അക്കൗണ്ട് തുടങ്ങണം എങ്ങനെയാണെന്ന് വരെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വർക്കിൽ നിന്ന് ഇറങ്ങണേന് 1 മാസം മുന്നേ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വർക്ക് നിർത്തിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് ഈ ഓഫീസ് വർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ ആവില്ല എന്ന് എനിക്ക് തന്നെ തോന്നി തുടങ്ങി 1 വർഷം വർക്ക് ചെയ്തപ്പോൾ തന്നെ. അപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം, അതുപോലെ തന്നെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് തന്നെയാണ് ഞാനും ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പ്രൊഫൈലും ഡിസ്ക്രിപ്ഷനും ബാനറും എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങി. പിന്നെ വീഡിയോസ് ആദ്യം മുതൽ കാണുന്നവർക്കറിയാം, ഞാൻ ആദ്യം വീഡിയോയ്ക്ക് വോയിസ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. വോയിസ് കൊടുക്കാനുള്ള കോൺഫിഡൻസ് ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ BGM ഒക്കെ വെച്ചിട്ടാണ് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനൊരു കോൺഫിഡൻസ് ഒക്കെ വന്നിട്ടാണ് വോയിസ് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് ഇപ്പോഴും ഉള്ളൊരു കുറ്റബോധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് എനിക്ക് ഈ ഒരു ബുദ്ധി നേരത്തെ തോന്നിയില്ല എന്നുള്ളതാണ്. എന്നാലും എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് ആശ്വസിക്കാം. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ചെറിയ ചെറിയ കഴിവുകളുണ്ട്, വേറെ ആരും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യാനായിട്ട് വരാം. അപ്പോൾ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. കാരണം നമ്മൾ സക്സസ് ആയി കഴിഞ്ഞാൽ ഈ ഡീമോട്ടിവേറ്റ് ചെയ്തവരെല്ലാം നമ്മളെ അടുത്തേക്ക് വരും. അപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ തന്നെ നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് എന്താണോ തോന്നുന്നത് ആ ഒരു രീതിയിൽ തന്നെ തുടങ്ങാം. അപ്പോൾ ഇതുപോലെ ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നല്ല
രീതിക്ക് അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് സക്സസ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ യൂട്യൂബ് ജേർണി കേട്ടിട്ട് ആർക്കെങ്കിലും ഇൻസ്പിറേഷൻ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒക്ടോബറിലാണ് ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഇത്രയും സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ചാനലിൽ ഇപ്പോൾ 15,000 സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ടുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അത് മാത്രമല്ല കുറേ പേരൊക്കെ നമ്മളെ വീഡിയോസ് എല്ലാ ദിവസവും കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഗീവ് അവേ അറേഞ്ച് ചെയ്യുന്നത്. പിന്നെ ഗീവ് അവേ എന്ന് കേൾക്കുമ്പോൾ കുറച്ച് പേരൊക്കെ പുതിയതായിട്ട് വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്, അതും ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ വീഡിയോസിൻ്റെ കമൻസ് ഒക്കെ നോക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സമയം തുടങ്ങി ഡെയിലി കമൻ്റ് ഇടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതായത് നമ്മൾ കഷ്ടപ്പെട്ട് എഫേർട്ട് ഇട്ട് ചെയ്യുന്ന എല്ലാ വീഡിയോയും വെയിറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ടൈമൊക്കെ ചോദിച്ച് എപ്പോഴാണ് വീഡിയോസ് വരാമെന്നൊക്കെ ചോദിച്ച് അങ്ങനെ കാണുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് എഫേർട്ട് ഇട്ട് ചെയ്യുന്ന ലോങ് വീഡിയോ ആയിക്കോട്ടെ ഷോർട്ട് വീഡിയോ ആയിക്കോട്ടെ എല്ലാ വീഡിയോസിന് താഴെയും കമൻ്റ് ഇടുന്നവരും അതുപോലെ തന്നെ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ടൈമൊക്കെ ചോദിച്ച് അതുപോലെ കുറേ സജഷൻസ് ഒക്കെ പറഞ്ഞ് അങ്ങനെ കമൻ്റ് ഇടുന്നവരെ ഞാൻ ഡെയിലി നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. അതുപോലെ തന്നെ പുതിയ പുതിയ ആൾക്കാർ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവരും നമ്മുടെ വീഡിയോസ് എല്ലാതും വിടാതെ കാണുന്നവർക്കും അല്ലേ നമ്മൾ ഗീവ് അവേസ് കൊടുക്കേണ്ടത്. അപ്പോൾ എനിക്കും അങ്ങനെ കൊടുക്കാനാണ് ആഗ്രഹം. ഇനിയിപ്പോൾ നമുക്ക് ഗീവ് അവേസിൻ്റെ റൂൾസ് എന്താണെന്ന് പറയാം. അതായത് നിങ്ങൾക്ക് ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബർ ആയിരിക്കണം. അതായത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഞാൻ ഈ ഒരു ഗീവ് അവേ കൊടുക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ഞാൻ ഈ ഗീവ് അവേ കൊടുക്കുന്നുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യണോ വേണ്ടേ എന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എന്നാലും ഗീവ് അവേ കൊടുക്കേണ്ടത് ആർക്കാണെന്നുള്ളത് എൻ്റെ ഇഷ്ടമാണല്ലോ. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ഞാൻ ഗീവ് അവേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ റൂള് ഇത്രേ ഉള്ളൂ, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സെക്കൻഡ് റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റഗ്രാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഈ ഒരു റൂള് നമുക്ക് അത്ര നിർബന്ധമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഫോളോ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റഗ്രാം ഒന്നുമില്ല, ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, ഇത് ഇമ്പോർട്ടൻ്റ് അല്ല. ഞാൻ മെയിനായിട്ട് പറയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾസ് ഏതാണെന്നൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ 2 റൂൾസ് പറഞ്ഞു. ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, സബ്സ്ക്രൈബ് ചെയ്യണം. രണ്ടാമത്തത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ കയറിയിട്ട് ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ ലാസ്റ്റത്തെ റൂൾ എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. അത് കണ്ടു കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത്, എന്താണോ ഉപകാരപ്പെട്ടതെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു 3, 4, 5 സെൻറ്റൻസ് വരെ ആവാം. ചെറിയ ചെറിയ കമൻസ് ഒന്നും നമ്മൾ എടുക്കില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ വീഡിയോക്ക് ഡെയിലി കമൻസ് ഇടുന്നവരാണോ നിങ്ങളെന്നും കൂടി ഞാൻ നോക്കും. അപ്പോൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ, ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്, അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്തിടുക. അപ്പോൾ ഒരാൾ കമൻ്റ് ഇട്ടത് കണ്ടിട്ട് ബാക്കിയുള്ളവർ കോപ്പി അടിച്ചിട്ട് കമൻ്റ് ഇടരുത്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എന്താണോ മനസ്സിലായത്, നിങ്ങൾക്കിതിൽ നിന്ന് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ഷോർട്സ് വീഡിയോസിനും ലോങ് വീഡിയോസിനും ഡെയിലി കമൻ്റ് ഇടുന്നവരാണോ നിങ്ങളെന്നും കൂടി ഞാൻ നോക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ, ഈ 2 സിമ്പിൾ റൂൾസ് ആണ് നമ്മൾക്ക് ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ളത്. ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്, നമ്മുടെ സബ്സ്ക്രൈബർ ആയിരിക്കണം. രണ്ടാമത്തെ റൂള് അത്രയ്ക്ക് നിർബന്ധമല്ല, എന്നാലും ഇൻസ്റ്റഗ്രാം ഉള്ളവരാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യണം, നിങ്ങളുടെ ഇഷ്ടമാണ്, നിർബന്ധമില്ല. മൂന്നാമത്തെ റൂള് നിർബന്ധമാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. കണ്ടു കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്താണ് പറയുന്നത് എന്നുള്ളൊരു ചുരുക്കം ഒരു 5 6 സെൻറ്റൻസ് ആക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് 3ാമത്തെ റൂളിനെ പറ്റിയിട്ടാണ്. ഒരാൾ കമൻറ്റ് ചെയ്തത് കണ്ട് കോപ്പി അടിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യരുത്. അങ്ങനത്തെ കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഈ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ടിരുന്ന് വോയിസ് കൊടുത്ത് ചെയ്തത് ഞാനാണല്ലോ. അപ്പോൾ ഫുള്ളായിട്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. കോപ്പി അടിച്ചിട്ടാണ് കമൻറ്റ് ഇട്ടതെന്നുണ്ടെങ്കിലും എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള റൂൾസൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോൾ സമയം കളയേണ്ട,
എല്ലാവരും വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ വേഗം ഇൻസ്റ്റയിലൊന്ന് ഫോളോ ചെയ്യുക. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ കമൻറ്റിൽ നിങ്ങൾ പറയട്ടോ. അങ്ങനെ നമ്മുടെ കളേഴ്സ് കാണിക്കുന്ന സമയം കൊണ്ട് ഞാൻ ഗീവ് അവേനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ മനസ്സിലാവാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി കമൻസിൽ, അപ്പോൾ ഞാൻ റിപ്ലൈ തരാട്ടോ. പിന്നെ നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത് ഒരു ഡെയിലി വ്ളോഗ് ആയിട്ടാണ്. അപ്പോൾ ഡെയിലി വ്ളോഗ് ആയിട്ട് കാണിക്കാൻ വേറെ ഒന്നുമില്ല. എൻ്റെ ഒരു ദിവസത്തെ പണി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇപ്പോൾ യൂട്യൂബ് തന്നെയാണ്. അപ്പോൾ യൂട്യൂബിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അങ്ങനെ ഇന്നത്തെ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഡെസ്ക് ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഓർഗനൈസറിൽ ഞാൻ മെയിനായിട്ട് എൻ്റെ ചെറിയ ചെറിയ നോട്ട്ബുക്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതും അതുപോലെ തന്നെ സ്കൂളിലേക്കുള്ള ക്രാഫ്റ്റ് സപ്ലൈസ് ഒക്കെയാണ് വെച്ചിട്ടുള്ളത്. അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചു. പിന്നെ രാത്രി ആയപ്പോൾ ഇപ്പോഴായ പിന്നെ നമ്മളെ വീഡിയോയ്ക്ക് കുറേ അധികം കമൻസ് വരുന്നത് ഹായ് പറയുമെന്ന് ചോദിച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു മെസ്സേജ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ ഒരാളെ പോലും വിടാണ്ട് എല്ലാവരുടെ പേരും എഴുതി വെക്കുന്നുണ്ട്. ഈ ഒരു മിനി ബുക്ക് ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മളെ മെസ്സേജസ് ഇപ്പോൾ കുറേ അധികം മെസ്സേജസ് വരുന്നത് ഹായ് പറയുമെന്ന് ചോദിച്ചിട്ടാണ്. അപ്പോൾ ഷോർട്സിൽ ഞാൻ ഒരു വീഡിയോയിൽ മാത്രം ഹായ് പറയുന്നവരുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നത്തെ വീഡിയോയിലൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല, കാരണം കുറേ അധികം പേര് ഹായ് പറയുമെന്ന് ചോദിച്ച് കമൻറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ തീരുമാനിച്ചതാണ് എല്ലാവരുടെ പേരും എഴുതി വെക്കുക, എന്നിട്ട് ഒരാളുടെ പേര് പോലും വിടാണ്ട് ഓരോ വീഡിയോസിൻ്റെ ലാസ്റ്റ് കാണിക്കുക എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഞാനൊന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് നമ്മുടെ പ്രിൻ്റ് എടുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് വിഷൻ ബോർഡിൽ ഇമേജസ് ഒക്കെ വാപ്പി പ്രിൻ്റ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഇമേജസിനൊന്നും ഒട്ടും കളറില്ല. അത് എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ പിന്നെ ഉള്ളതുകൊണ്ട് ഓണം പോലെയെന്ന് വെച്ചിട്ട് നമ്മൾക്ക് എന്തായാലും നന്നാവണമല്ലോ, നന്നായാൽ മതിയല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എല്ലാതും ഒന്ന് കട്ട് ചെയ്തിട്ട് വിഷൻ ബോർഡിൽ കൊട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പ്രിൻ്റ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇതുപോലെ റോൾ ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, നമ്മളത് നിവർത്തി കഴിഞ്ഞാൽ എത്രയ്ക്ക് തന്നെ നിവർത്തി വെച്ചാലും അത് പിന്നെയും റോൾ ചെയ്ത് പോവും. അപ്പോൾ അതിനുള്ളൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നമ്മളൊന്ന് റോൾ ചെയ്യുക, 1 മിനിറ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് വെച്ച് കഴിയുമ്പോൾ കണ്ടില്ലേ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നോളും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സെലിംകുമാർ പായ നിവർത്തിയ പോലെ ഇതുപോലെ ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ വല്ല അമ്മിക്കല്ലെടുത്ത് വെക്കേണ്ട അവസ്ഥയാവും. വെറുതെ പറഞ്ഞ കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്കിലേക്ക് ഒന്ന് റിവേഴ്സ് റോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സെറ്റായിട്ട് ഇരുന്നോളും. ഇനി നമ്മുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷൻ ബോർഡിലേക്ക് തൊട്ടിക്കാനായിട്ട് എല്ലാത്തിനും ഒന്ന് കട്ട് ചെയ്തെടുക്കലാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വിഷൻ ബോർഡ് ചെയ്യുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ കട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇത് പ്രിൻ്റ് എടുത്തിട്ടുള്ളത് സ്റ്റിക്കർ പ്രിൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഫെവിക്കോളൊന്നും യൂസ് ചെയ്യാതെ തന്നെ സ്റ്റിക്കർ പോലെ ഒട്ടിക്കാൻ പറ്റും. പിന്നെ കട്ട് ചെയ്ത് പകുതിയായപ്പോണ്ട് കൈ അഴിച്ചിട്ട് ഒരു വിധായി. എന്നാലും പിന്നെ തുടങ്ങിയതല്ലേ എന്ന് വെച്ചിട്ട് നമ്മൾ ഇതെന്തായാലും ചെയ്യേണ്ടതാണല്ലോ, നാളെ തുടങ്ങി നമുക്ക് നന്നാവേണ്ടതല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് കട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഞാനിത് ഫുള്ളായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ വിഷൻ ബോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ പ്രിൻ്റ് എടുത്ത് കട്ട് ചെയ്ത് ഒട്ടിക്കണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് ഡിജിറ്റലായിട്ട് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു വിഷൻ ബോർഡിൻ്റെ ഡിജിറ്റൽ പ്രിൻ്റ് എൻ്റെ ഫോണിൻ്റെ വാൾപേപ്പറാക്കി വെച്ചിട്ടുണ്ട്. എന്നാലും എനിക്കിത് വിഷൻ ബോർഡ് ഫിസിക്കലായിട്ട് ചെയ്യണമെന്നൊരാഗ്രഹം, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഡ്രീംസ് ആൻഡ് ഗോൾസൊക്കെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് കുട്ടപ്പനാക്കി സെറ്റാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഗീവ് അവേക്ക് എന്ത് ഗിഫ്റ്റാണ് കൊടുക്കുന്നതെന്നുള്ളത് ഞാൻ എല്ലാവരുടെ കമൻസ് ഒന്ന് നോക്കിയിട്ട് ഏറ്റവും കൂടുതലുള്ള കമൻസ് ഏതാണോ അതിൽ നിന്ന് കുറച്ച് സെലക്ട് ചെയ്തിട്ട് കമ്മ്യൂണിറ്റി ടാബിൽ പോളായിട്ട് ഇടാം. അപ്പോൾ അതിൽ നിങ്ങൾ വോട്ട് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ഏതിനാണോ കിട്ടുന്നത് അതായിരിക്കും നമ്മൾ ഗീവ് അവേ ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി വരുന്ന ദിവസങ്ങളിൽ എന്താണ് കൊടുക്കുന്നതെന്നൊക്കെ പറയാം. അതുപോലെ തന്നെ നമ്മൾ 10,000 സബ്സ്ക്രൈബേഴ്സിൻ്റെ ഗീവ് അവേ ആയതുകൊണ്ട് തന്നെ ഒരാൾക്ക് മാത്രമാണ് ഗീവ് അവേ കൊടുക്കുന്നത്. ഫസ്റ്റോ സെക്കൻഡോ തേർഡോ ഒന്നും ഇല്ല. പക്ഷേ ആ കൊടുക്കുന്ന ഒരാൾക്ക് 1, 2, 3 ഗിഫ്റ്റൊക്കെ ഉണ്ടാവാം. അതൊക്കെ എന്താണ് ഡീറ്റെയിൽസ് എന്നുള്ളത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാം. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് പോളിൽ വോട്ട് ചെയ്യണം. ഞാൻ ഇട്ടിട്ടില്ല, ഇന്നൊന്ന് നോക്കിയിട്ട് ഞാൻ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഇടാം. പിന്നെ ഈ ഒരു ഗീവ് അവേയിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 31 അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾക്കൊരു 26 ദിവസം ഞാൻ തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ വിന്നറിനെ എങ്ങനെയാണ് സെലക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ക്രൈറ്റീരിയാസ് ഒക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കും. അതുപോലെ തന്നെ റാൻഡം ആയിട്ട് അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇനിയുള്ള ദിവസങ്ങളിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ വിഷൻ ബോർഡിലേക്ക് നമ്മുടെ ഇമേജസ് കട്ട് ചെയ്ത് കഴിഞ്ഞതൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ റെഫറൻസ് നോക്കിയിട്ടുണ്ടായിരുന്ന കുറച്ച് വീഡിയോസിൽ എല്ലാവരും പറയുന്നത് നമ്മൾ കോർണേഴ്സിലൊക്കെ ഫോട്ടോസ് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് മിഡിൽ ഭാഗത്ത് ഒട്ടിക്കുന്നതായിരിക്കും നല്ലതെന്നാണ്. അതുപോലെ തന്നെ നമ്മളെ ഗോൾസിൽ ഏറ്റവും ആദ്യം നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത്
ഏതാണോ, അതായത് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏറ്റവും ടോപ്പിൽ വരുന്ന രീതിയിലാണ് നമ്മൾ ഒട്ടിക്കേണ്ടത്. അപ്പോൾ കണ്ടില്ലേ, ഇത് സ്റ്റിക്കറാണ്, ഇതുപോലെ ഒലിച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഒട്ടിക്കാം. എന്നാലും ഈ ഒരു ഇമേജസിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ഞാൻ പറഞ്ഞതുപോലെ ചില ഇമേജസ് ഒന്നും കാണുന്ന തന്നെ ഉണ്ടായിരുന്നില്ല, ഫുൾ ബ്ലാക്ക് ആയിരുന്നു. പിന്നെ ചില ഇമേജസ് ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ, 2, 3, 4 ഇമേജസ് മാത്രമേ ഇതുപോലെ ഫുൾ ബ്ലാക്ക് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ വേറൊരു മിസ്റ്റേക്ക് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിഷൻ ബോർഡ് കുറച്ച് വലുതായി പോയി. അപ്പോൾ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടും പിന്നെയും കുറേ സ്ഥലം ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇത്രയും സ്പേസ് അവിടെ കിടക്കട്ടെ, ഇനി എന്തെങ്കിലും ഗോൾസ് വരാണെങ്കിൽ ഒട്ടിക്കാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ വിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കോഡ്സ് ഒക്കെ എഴുതിയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു, അതും ഞാൻ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വിഷൻ ബോർഡ് മനസ്സോടെ സെറ്റാക്കിയിട്ട് ഞാൻ ഇതുപോലെ വാളിൽ വെച്ച് നോക്കുന്നുണ്ട് ഏത് ഭാഗത്താണ് ഇത് ഒട്ടിക്കാനായിട്ട് സ്യൂട്ടബിൾ എന്ന്. അപ്പോൾ ഞാൻ ഇതുപോലെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ അനിയത്തിയാണ് കുറച്ചും കൂടെ താഴ്ത്തുന്നിട്ട് ഞാൻ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ ഡബിൾ സൈഡ് ടേപ്പ് ഇല്ലാത്ത കാരണം ഞാൻ നാനോ ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. ആരും അങ്ങനെ ഒട്ടിക്കരുത് കേട്ടോ, കാരണം നമ്മൾ പിന്നെ ഇത് എപ്പോഴെങ്കിലും ഉലിച്ചെടുക്കാൻ നോക്കുന്ന സമയത്ത് പെയിൻറ്റോടെ പീൽ ചെയ്ത് പോരും. എൻ്റെ വാപ്പി പിന്നെ പെയിൻറ്റർ ആയതുകൊണ്ടും ആ ഒരു പെയിൻറ്റ് ഇവിടെ ഉള്ളതുകൊണ്ടും ആ ഒരു ധൈര്യത്തിലാണ് ഞാനിത് ഒട്ടിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ വിഷൻ ബോർഡ് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ കാർഡ്ബോർഡൊക്കെ എൻ്റെ കയ്യിൽ കംപ്ലീറ്റ് ആയിട്ട് തീർന്നിരിക്കുകയായിരുന്നു, ഓരോ ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ട്. അങ്ങനെ ഞാൻ മുകളിലേക്ക് നോക്കിയപ്പോഴാണ് നമ്മൾ റിംഗ് ലൈറ്റിൻ്റെ ബോക്സ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അതന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൽ നിന്നൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് വൈറ്റ് പേപ്പർ കൊണ്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. A4 ഷീറ്റ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമ്മുടെ നോട്ട്ബുക്ക് ആയാലും മതി. ഇത്രേ ഉള്ളൂ വിഷൻ ബോർഡ് ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് കേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഷൻ ബോർഡ് ഞാൻ ഉണ്ടാക്കിയത് ഉച്ചയ്ക്കാണ്, പിക്ചേഴ്സൊക്കെ ഒട്ടിച്ചത് രാത്രിയാണ്. അപ്പോൾ ഞാനത് കാണിക്കാൻ മറന്നതുകൊണ്ടാണ് ലാസ്റ്റ് കാണിച്ചത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് റൂമിൽ കൊണ്ടുവന്നിട്ടാണ് അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ബർത്ത്ഡേ കേക്ക്. എനിക്ക് 22 വയസ്സായി. അപ്പോൾ കേക്ക് ഇപ്പോൾ മുറിക്കുന്നില്ല, ഒരാളും കൂടി വരാനുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തന്നിട്ട് ഞാൻ ഇത് അതേപോലെ തന്നെ എടുത്തു വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് കേക്കൊക്കെ കട്ട് ചെയ്തത്. അപ്പോൾ കേക്ക് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു ജേർണലിങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പകുതി ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. വേറെ ഒന്നല്ല, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ആ ഒരു ദിവസത്തെ ഓർമ്മകളൊക്കെ ഞാനൊന്ന് എഴുതി വെക്കുകയാണ്. പിന്നെ ഈ ഒരു വീഡിയോ എടുത്തു വെക്കുന്നതിനുള്ള കാരണം നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതിലപ്പുറം നമുക്കിതൊക്കെ ഒരു മെമ്മറീസ് ആണല്ലോ. അപ്പോൾ കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് നമുക്കിതെടുത്ത് നോക്കുമ്പോൾ സന്തോഷം വരാണെങ്കിൽ സന്തോഷിച്ചോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ എടുത്തു വെക്കുന്നതാണ്. അത് മാത്രമല്ല, ഇന്നത്തെ ഒരു ദിവസം സന്തോഷിക്കാനായിട്ട് കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത്തേന്ന് പറയുമ്പോൾ നമ്മുടെ ചാനലിൽ കുറേ പേര് സബ്സ്ക്രൈബേഴ്സ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അതുകൂടാതെ കുറേ പേര് എന്നെ വിഷ് ചെയ്തിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം വന്നിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം വരെ എന്നെ അറിയുന്ന എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെയാണ് എൻ്റെ ബർത്ത്ഡേക്ക് എന്നെ വിഷ് ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒരു വർഷത്തെ എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ അറിയാത്ത പക്ഷേ എന്നെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരുടെ വിഷസും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഒരു വീഡിയോയ്ക്ക് കടിൽ ക്ലൗഡിലെ ആര്യ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതൊക്കെ എനിക്ക് വലിയ കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം ഹാപ്പിനെസ് ആയിട്ട് ഓർത്ത് വയ്ക്കാനായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് വിടാണ്ട് എഴുതി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഗീവ് അവേനെ പറ്റിയിട്ട് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു മടിയും കാണിക്കേണ്ട, നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ ഞാൻ അപ്പം തന്നെ റിപ്ലൈ തരുന്നതാണ്. കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും, നിങ്ങളുടെ കമൻസിനൊക്കെ ഞാൻ അപ്പം തന്നെ റിപ്ലൈ തരാൻ നോക്കാറുണ്ട്. അതുപോലെ തന്നെ ഇനിയുള്ള വീഡിയോസിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗീവ് അവേ കിട്ടാനുള്ള ചാൻസ് കൂടും. അപ്പോൾ ഇനി നമ്മൾ ഗീവ് അവേ കൊടുക്കുന്നത് 1 lakh സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കുറച്ചധികം പേർക്ക് ഗിഫ്റ്റ് കൊടുക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കമൻറ്റിൽ കുറേ പേര് എനിക്ക് ഗീവ് അവേ തരുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും ഗീവ് അവേസ്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഗീവ് അവേ തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ 1 lakh സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് കുറേ പേർക്കൊക്കെ ഗീവ് അവേ കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് ജനുവരി 31 വരെ ആക്കിയത് വേറെ ഒന്നും കൊണ്ടല്ല, എല്ലാവരും കറക്റ്റായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തോട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ആരും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ചിലപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളായിരിക്കും വിന്നർ ആവുക. അപ്പോൾ എന്തായാലും എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ വക ഒരു ഓൾ ദ ബെസ്റ്റ്.
അങ്ങനെ ഇന്നത്തെ ദിവസത്തെ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഞാൻ എഴുതി വെച്ചിട്ട് നമ്മുടെ ബർത്ത്ഡേ ജേർണലിംഗ് ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ജേർണലിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരും എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ പിന്നെ ഞാൻ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. ഇന്ന് പിന്നെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്പെഷ്യലാണ് നൈറ്റ് ഫുഡ്. നമ്മുടെ അൽഫാം മന്തിയാണ് രാത്രി ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അടിപൊളിയായിട്ട് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഫാമിലി ആയിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ പിന്നെ പോയി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ലാസ്റ്റ് കാണുന്ന വീഡിയോ നെക്സ്റ്റ് ഡേ ആണ്. അതായത് നമ്മുടെ വിഷൻ ബോർഡിലേക്കുള്ള ഇമേജ് ഞാൻ ഒരു പ്രാവശ്യം കൂടെ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടത് നമ്മുടെ വിഷൻ ബോർഡിൽ ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. അപ്പോൾ ഞാൻ താഴെയുള്ള സ്പേസിൽ ബാക്കി ഉണ്ടായിരുന്ന സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചിട്ട് നമ്മുടെ വിഷൻ ബോർഡിന് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2025 നമ്മുടെ വിഷൻ ബോർഡ് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.